മക്കാമിൽ നേർച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോണത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മക്കാമാണ്. അവിടെ ഇന്ന് ലാസ്റ്റ് ദിവസം കേട്ടോ, നേർച്ചിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഞാനിങ്ങനെ മക്കാമക്ക് ഇങ്ങനെ പഴക്കൊല കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരി നേർന്നിട്ടുണ്ടായിരുന്നു, അമ്മ നേർന്നതാട്ടോ. അപ്പം അത് രണ്ടും ഇങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇന്ന് നേർച്ചിൻ്റെ അവസാന ദിവസമായിരുന്നു കേട്ടോ. അപ്പം നേർന്നതൊക്കെ നമുക്ക് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് വീട്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നമ്മൾ വന്നത്. അപ്പം ഇങ്ങനെ പഴക്കൊലകൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടു കൊടുക്കും കേട്ടോ അവിടേക്ക്. നമുക്ക് അതിൽ നിന്ന് ബർക്കത്തിന് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരിച്ചക്ക് കൊടുത്തപ്പോഴേ ഞങ്ങളോട് കുറച്ച് നേരം അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, നേർച്ചച്ചോറ് തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നേർച്ചച്ചോറ് പറഞ്ഞാൽ അതിൽ നെയ്ച്ചോറും പിന്നെ ബീഫ് കറി മിക്സ് ആക്കിയിട്ട് ഉള്ള ചോറാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ബീഫ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അത് വേണ്ടായിരുന്നു. അപ്പം അവർ വേറെ ബീഫ് ഇല്ലാതെ നെയ്ച്ചോറ് മാത്രമാക്കിയിട്ട് ഒരു കവർ തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കണ്ണന് മോതിരം വേണം അത് മേടിക്കാൻ കയറിയത്. അപ്പം അവൻ്റെ പേര് എഴുതിച്ചിട്ടുള്ള മോതിരമായിട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നൊക്കെ പോയി. അപ്പോഴാണ് ഇവിടെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മാങ്ങ അതങ്ങനെ മസാല ഒക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ വായിൽ കപ്പലോടുള്ള വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു മാങ്ങയും മേടിച്ച് അത് അവിടെ തന്നെ നിന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഞാനും ജിനേട്ടനും ഓരോ ബൈറ്റേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം കണ്ണൻ തന്നെ ഏട്ടാ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. എന്തായാലും എൻ്റെ പെൺകുട്ടി നോക്കുന്നുണ്ട്, അവൾക്ക് കൊടുക്കണില്ലെന്ന് വെച്ചിട്ടാണ്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അതും കഴിച്ച് കഴിഞ്ഞേ പെൺകുട്ടിക്ക് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ട് അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ ബലൂണ് നമ്മൾ മയിലിനായിട്ടാണ് മേടിച്ചത്. പിന്നെ അതും വെച്ചിട്ടായിരുന്നു നടത്തം. റോഡിലൂടെ നമ്മളെ വണ്ടി അപ്പുറത്തായിരുന്നു കേട്ടോ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് ശർക്കര മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉത്സവത്തിനും ഇതുപോലെ നേർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്നൊരു മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ ശർക്കര മിഠായി. എൻ്റെ ഫേവറേറ്റുമാണ്. അപ്പോൾ അതെന്തായാലും മേടിക്കാതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഈ ഒരു സാധനം കണ്ണിൽ വിട്ടത്. പാനിപ്പൂരി കണ്ട പിന്നെ നമ്മൾ വെറുതെ വിടൂല. ഇത് പിന്നെ ജിനാട്ടിന് വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്കും കണ്ണനാണ് പിന്നെ കൂടുതൽ ഇഷ്ടം. അതിൽ 2 ഞാൻ എടുത്തുള്ളൂ. ബാക്കി 1 ജിനാട്ടിനും എടുത്തു. ബാക്കി മൊത്തം കണ്ണൻ തന്നെ ഏട്ടാ കഴിച്ചത്. അവൻ്റെ വായിക്ക് കൊള്ളാവുന്നതിനേക്കാളും വലിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ നടന്നാൽ ചിലപ്പോൾ പോക്കറ്റ് കാലിയാവും. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഒന്ന് നോക്കിയിട്ട് ആ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആ മിഠായി അങ്ങോട്ട് കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.